ഗുഡ് ഈവനിങ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓസിലോസ്കോപ്പിനെ കുറിച്ചാണ്. ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓസിലോ വേവ് ഫോം, സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റും. അതായത് വേവ് ഫോംസ് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റുന്ന എക്യുപ്മെന്റ്, അതിനാണ് ഓസിലോസ്കോപ്പ് എന്ന് പറയുക. അപ്പൊ നേരത്തെ നമ്മുടെ ഫംഗ്ഷൻ ജനറേറ്ററെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോപ്പി ചെയ്യുന്നതാണ്. അപ്പൊ ഫംഗ്ഷൻ ജനറേറ്ററിൽ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വേവ് ഫോം ജനറേറ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ ആ ജനറേറ്റ് ചെയ്ത വേവ് ഫോംസ് കാണാൻ വേണ്ടി പറ്റും. ഇതൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പാർട്ടായിട്ടായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഒരുപാട് ലെങ്ത് ഉണ്ടാവും, പക്ഷെ ലെങ്ത് ഉണ്ടാവുന്നത് വറീഡ് ആവേണ്ട കാര്യമില്ല. കോമൺ ആയിട്ട് ലാബിൽ ഉപയോഗിക്കുന്ന ഓസിലോസ്കോപ്പ് രണ്ട് ടൈപ്പാണ്. ഒന്ന് കാത്തോഡ് റേ ഓസിലോസ്കോപ്പ്, രണ്ടാമത്തത് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. കാത്തോഡ് റേ ഓസിലോസ്കോപ്പ് പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ DSO എന്ന് പറയും. ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് ടെക്ട്രോണിക്സിന്റെ TDS 2002C 2 ചാനൽ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. ഇതാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഓപ്പറേഷൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്യാതെ കണ്ടുകഴിഞ്ഞാല് ഇതിന്റെ ഓപ്പറേഷൻ മനസ്സിലാക്കി മാത്രമേ നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഇലക്ട്രോണിക്സ് ലാബിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ ലാബ് എക്യുപ്മെന്റ് വളരെ വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ലാബിൽ ഈസി ആയിട്ട് പാസ്സാൻ പറ്റും. പിന്നെ ആ സർക്യൂട്ട് മാത്രമേ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. ലാബ് എക്യുപ്മെന്റ് നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ലാബ് ചെയ്യലും അത് പാസ്സാകലും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. DSO കൃത്യമായിട്ട് ഇതിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ നമുക്ക് ഒരു വേവ് ഫോംസ് ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ളതാണ്. അതായത് ഇതെന്താണ്, ഒരു ഡിസ്പ്ലേ എക്യുപ്മെന്റ് ആണ്. അപ്പൊ അത് ഇതിലേക്ക് എന്ത് ചെയ്യണം, ഒരു വേവ് കൊടുക്കുമ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യിക്കും. അതായത് ഇതിന്റെ പോർട്ട് എന്തായിരിക്കും, ഇൻപുട്ട് ആയിരിക്കും. നേരത്തെ നമ്മൾ ഫംഗ്ഷൻ ജനറേറ്റർ പറയുമ്പോൾ ഫംഗ്ഷൻ ജനറേറ്ററിൽ വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യരുത്. അപ്പൊ ജനറേറ്റ് ചെയ്താൽ അതെന്താണ്, അതിന് ഔട്ട്പുട്ട് ഉണ്ടാവുകയും ചെയ്യാൻ, അതിൽ നിന്ന് ഔട്ട്പുട്ടാണ് വരിക. പക്ഷെ ഇതിലെന്തായിരിക്കും, ഇതിൽ ഇൻപുട്ടാണ് വരിക. ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ പേര് നോക്കുക, 2 ചാനൽ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്, 2 ചാനൽ DSO എന്ന് പറഞ്ഞാൽ രണ്ട് ചാനൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇൻപുട്ട് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് രണ്ട് വേവ് ഫോംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ സമയം ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അതാണ് 2 ചാനൽ എന്ന് പറയുന്നത്. അത് 2 ചാനൽ അല്ലാണ്ട് 4 ചാനൽ വരുന്നുണ്ട്, 8 ചാനൽ വരുന്നുണ്ട്, അങ്ങനെ 6 ചാനൽ വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും DSO അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങളുള്ളത് 2 ചാനൽ DSO ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ആ 2 ചാനലിലും സെപ്പറേറ്റ് ആയിട്ട് ഇൻപുട്ട് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടിലുള്ള പോർട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 1, 2 എന്ന് കാണുന്നത്. നേരത്തെ നമ്മൾ ഫംഗ്ഷൻ ജനറേറ്ററിൽ കണ്ട ഏതാണ്ട് അതേ പിൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇത് ചാനൽ 1ലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ടാണ്, അതേപോലെ തന്നെ ഇത് ചാനൽ 2ലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് പോർട്ടാണിത്. ഇനി ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന കണക്ടറാണ്, പ്രോബാണ്. അതിന് പ്രോബ് എന്ന് പറയാം. ഇതാണ് അതിന്റെ മൊത്തം സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ അറ്റത്ത് ഒരു കണക്ടർ ഉണ്ടാവും, ഒരു BNC കണക്ടർ ഉണ്ടാവും. ഇതിന്റെ അറ്റത്ത് അതിന്റെ ലീഡ്സും ഉണ്ടാവും. ഇതിൽ BNC കണക്ടറിൽ നേരത്തെ ഫംഗ്ഷൻ ജനറേറ്ററിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായി. അതിന്റെ കണക്ടർ ഇവിടെ 2 പിന്ന് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2 പിൻ ഉണ്ടാവും, ഇവിടെയും ഒരു പിൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ട് ഇവിടെ കണക്ടറിൽ കട്ട് ഉണ്ടാവും. ഇത് ഉപയോഗിക്കാൻ മിക്കവരും അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുകയാണ്. ആ സമയത്ത് പ്രോബ് പെട്ടെന്ന് ഡാമേജ് ആയിപ്പോകും. ഇത് ഉപയോഗിക്കേണ്ടത് ഈ ഒരു ഇതുണ്ടല്ലോ അറ്റത്തുള്ള, ഇത് ഫ്രീ ആയിട്ട് കറങ്ങും, എത്ര വേണമെങ്കിലും കറക്കാം, പ്രശ്നമില്ല. ഇത് മാത്രമേ കറക്കാവൂ, വേറെ ഇതൊന്നും പിടിച്ചിട്ട് തിരിക്കാനോ കറക്കാനോ പാടില്ല. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് 2 വിരൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് തള്ളവിരലും ഒന്ന് ചൂണ്ടുവിരൽ, ഈ 2 വിരൽ മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. കറക്റ്റ് ഈ പ്രൊജക്ട് ചെയ്ത പിന്നിന് കണക്കായിട്ട് ഈ കട്ട് പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന്
ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തിന് ഒന്ന് ലോക്ക് ആവും. ആ ലോക്ക് ആയി കഴിഞ്ഞാൽ അതവിടെ കണക്റ്റ് ആയി. തിരിച്ചയക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസിൽ തിരിക്കാം, ഒന്ന് വലിക്കുക, അത് റിമൂവ് ആയിട്ട് കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിക്കണം കാര്യം. ഇനി പ്രോബിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രോബ് ഇത് മിക്കറും വളരെ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് പ്രോബിന്റെ കാര്യം. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിന് ശേഷം ഇത് DSO എടുക്കുന്ന സമയത്താണ് അതിന്റെ കൃത്യമായിട്ടുള്ള അതെന്തുകൊണ്ടാന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ പ്രോബിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് അതിന്റെ സിഗ്നൽ കൊടുക്കേണ്ടത്, ഇതിലേക്കാണ്. ഇത് അതിന്റെ ഗ്രൗണ്ട് ആണ്. ഇത് ഗ്രൗണ്ട്, ഇതിന്റെ സിഗ്നൽ എടുക്കേണ്ട പോർഷൻ. ഇതിന്റെ ഈ BNCയിലെ കണക്ഷൻ എങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ ഗ്രൗണ്ട് ഇതിന്റെ അകത്തൊരു പിൻ ഉണ്ടാവും, അതാണ് സിഗ്നൽ. നേരത്തെ ഇതിന്റെ കണക്ഷൻ നേരെ വരുന്നത് ഇതിലേക്കാണ് ഈ കണക്ഷൻ, വയർ കണക്ഷൻ വരിക. പിന്നെ ഈ കാണുന്ന ഗ്രൗണ്ട് ആണ്, അത് ഇവിടുമായിട്ട് കണക്ട് ചെയ്യും. ഇതാണ് അതിന്റെ ഗ്രൗണ്ട് ഷീൽഡ്. ഇതാണ് അതിന്റെ പ്രോബിന്റെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പ്രോബിൽ ചിലത് എഴുതിയിട്ടുണ്ടാവും, ഇവിടെ കണ്ടോ, 10:1 പാസീവ് പ്രോബ് എന്നാണ്. 10:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എത്രയാണോ ഇതിൽ ഇൻപുട്ട് കൊടുക്കുന്നത് അതിൽ 1% മാത്രമാണ്, അതായത് 10% മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ ഇങ്ങോട്ടേക്ക് ഈ ഔട്ട്പുട്ടിലേക്ക് എത്തുള്ളൂ. അതായത് ഇതൊരു അറ്റനേഷൻ പ്രോബാണ്. ഇത് അറ്റനേഷൻ ആണ് പറയുന്നത് 10:1 എന്ന് പറയുന്നത്. അതായത് ഇതിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ കൊടുക്കുന്ന ഇൻപുട്ട് എത്രയാണോ ആ ഇൻപുട്ടിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഇതിലേക്ക് വരിക. ഇതില് ഈ 10:1 പകരം സാധാരണ പ്രോബിൽ ഉണ്ടാവുക ഇൻറ്റു 10 എന്നുണ്ടാവും, അല്ലെങ്കിൽ ഇൻറ്റു 10 എന്നുണ്ടാവും, അല്ലെങ്കിൽ ഇൻറ്റു 1 എന്നുണ്ടാവും. ഇൻറ്റു 10ഉം ഈ 10:1 എന്ന് പറയുന്നതും സെയിം എന്താ പറയുക, സെയിം റെപ്രസെന്റേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇതിൽ കൊടുക്കുന്ന എത്രയാണ് വോൾട്ടേജ് അതിന്റെ 10 ഭാഗം എന്തേ ഉള്ളൂ ഇവിടെ കിട്ടുള്ളൂ. അപ്പൊ ഇതിൽ മിക്കവാറും എറർ സംഭവിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഈ പ്രോബ് എന്ന് പറയുന്നത്. കുറെ ടൈപ്പ് പ്രോബ് ഉണ്ട്. ചിലപ്പോൾ ഇൻറ്റു 5 ഉണ്ടാവും, ഇൻറ്റു 5 അല്ലെങ്കിൽ 5:1 ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പ് ഇൻറ്റു 1 ആ ടൈപ്പും പ്രോബ് ഉണ്ടാവും. അതായത് 10:1 എന്ന് പറഞ്ഞാൽ ഇവിടെ 10 വോൾട്ട് കൊടുത്താൽ ഇവിടെ കിട്ടുള്ളൂ, ഔട്ട്പുട്ടിൽ 1 വോൾട്ടേ കിട്ടുള്ളൂ. അതാണ് അതിന്റെ ഒരു 10% മാത്രമേ ഇവിടെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. 5:1 എന്ന് പറഞ്ഞാൽ 20% ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രോബിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇത് വരുത്ത അപൂർവമാണ്, 10:1 എന്നുള്ളത് വരുത്ത അപൂർവമാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 10 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 വോൾട്ട് ആയിരിക്കും. 5:1 എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ 1 വോൾട്ട് കാണുള്ളൂ. അതാണ് ആ പ്രോബിന്റെ അറ്റനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ അറ്റനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ആംപ്ലിഫിക്കേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഇപ്പൊ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ഒരു 1 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 വോൾട്ട് ഉണ്ടാക്കുക. അറ്റനേഷൻ എന്ന് പറയുന്നത് 10 വോൾട്ട് കൊടുത്തിട്ട് 1 വോൾട്ട് ഉണ്ടാക്കുക. അപ്പൊ ഇതിന്റെ മെഷർമെന്റ് കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇപ്പോ 10:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 10 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 വോൾട്ടേ കിട്ടുള്ളൂ. അപ്പൊ ഇതിൽ എന്ത് ചെയ്യണം, ഇതിനെ പിന്നെ എന്ത് ചെയ്യണം, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ കറക്റ്റ് വേവ് ഫോം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇത് വേറൊരു ടൈപ്പ് ഓഫ് പ്രോബാണ്. ഇത് സാധാരണ BNC കണക്ടറും അത് ഡയറക്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള വയറും ഉണ്ടാവും. ഇത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണോ കൊടുക്കുന്നത് അത് ഇവിടെ സിഗ്നൽ, ആ സിഗ്നൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിന് ഇൻറ്റു 1 എന്നാണ് നമുക്ക് പ്രോബ് എന്ന് പറയാം. ഇൻറ്റു 1, അതായത് എന്താണോ കൊടുക്കുന്നത് ഒന്നുകിൽ ഇൻറ്റു 1 അല്ലെങ്കിൽ 1 ഇൻറ്റു എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും ഇതിൽ ഔട്ട്പുട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതില് DSOയിലായാലും അതുപോലെ തന്നെ CROയിലായാലും നമ്മൾ കൊടുക്കുന്ന പ്രോബ് ഏതാണെന്ന് നമുക്കൊരു ധാരണ വേണം. എന്നിട്ട് വേണം അതിനനുസരിച്ചിട്ടായിരിക്കണം ഇതിന്റെ അകത്ത് പ്രോബ് സെലക്ട് ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതായത് നമുക്കിപ്പോ ഇതിൽ 10 വോൾട്ടും ഇതിൽ 1 വോൾട്ടാണ് കിട്ടുക. ആ 1 വോൾട്ടിനെ തിരിച്ച് 10 വോൾട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഒരു ആംപ്ലിഫിക്കേഷൻ നടക്കണം. അപ്പോൾ അതിന് പ്രോബ് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. ഇതിന് ഈ DSOന്റെ ഒരു പ്രത്യേകത, ഏത് പ്രോബ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് പ്രോബ് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി. അതെങ്ങനെ മാറ്റി കൊടുക്കലെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഞാൻ പറഞ്ഞുതരാം.
അപ്പൊ ഇതിൽ പ്രത്യേകിച്ചിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ പ്രോബ് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം ഇത് *1 ആയിരിക്കും എന്ന് മനസ്സിലാക്കണം. ഈ ബ്ലാക്കിലാണ് മിക്കവാറും ഉണ്ടാവുക. ഇങ്ങനത്തെ പ്രോബുകളിൽ മാത്രമേ ഉണ്ടാവില്ല. എന്തെങ്കിലും എഴുതിയിട്ട് ബ്ലാക്കിലായാലും എഴുതിയിട്ടുണ്ടാവും, എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ നോക്കണം. ഇങ്ങനെ ജസ്റ്റ് എഴുതിയിട്ടുണ്ടാവും ഇങ്ങനെ 10:1. മിക്കവാറും 10:1 എന്നല്ല എഴുതാം, ഒന്നെങ്കിൽ *10 അല്ലെങ്കിൽ 10 അങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ചില പ്രോബില് സ്വിച്ച് ഉണ്ടാവും, ഇവിടെ അറ്റനേഷന്റെ സ്വിച്ച് ഉണ്ടാവും, *1 *10 ഒരു സ്വിച്ച് ഉണ്ടാവും. അത് *1 എത്തിയാൽ 1 *1 ആയിരിക്കും. *1 മീൻസ് ഇത്രയേ ഉള്ളൂ, ഇതിൽ എന്താണോ കൊടുക്കുന്നത് അത് ഇവിടെ ഉണ്ടാവും. അതായത് ഇതും ഡയറക്റ്റ് കണക്ഷൻ ആയിരിക്കും. ഒരു മൾട്ടിമീറ്ററിൽ നമ്മൾ കണ്ടിന്യൂറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ കണക്ഷനും ഡയറക്റ്റ് ആയിരിക്കും. പക്ഷെ *10 ആയതുകൊണ്ട് എന്തായിരിക്കില്ല, ഡയറക്റ്റ് ആയിരിക്കില്ല. ഗ്രൗണ്ട് എപ്പോഴും ഡയറക്റ്റ് ആയിരിക്കും. ഈ ഗ്രൗണ്ടും ഡയറക്റ്റ്. അപ്പൊ ഇങ്ങനത്തെ രണ്ട് പ്രോബുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, മിക്കരും ഈ ലാബിൽ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോ ഇവിടെ ഒരു പ്രോബ് കണക്ട് ചെയ്തു. ഇതൊരു എക്യുപ്മെന്റ് ആണ്. ഈ എക്യുപ്മെന്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് എല്ലാം സെയിം ആയിരിക്കും. അതായത് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ചാനൽ 1 ഒരു ഗ്രൗണ്ട് ഉണ്ട്, USB ഒരു ഗ്രൗണ്ട് ഉണ്ട്. അത് എല്ലാത്തിന്റെയും ഗ്രൗണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ രണ്ട് ചാനൽ ഉപയോഗിക്കുന്ന സർക്യൂട്ടിൽ രണ്ട് ചാനൽ ഉപയോഗിച്ചിട്ട് രണ്ട് വേവ്സ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു വിചാരിക്കാം. ആ ഔട്ട്പുട്ട് എടുക്കുന്ന രണ്ട് ചാനൽസിന്റെയും ഗ്രൗണ്ടുകൾ തമ്മിൽ എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാം, രണ്ട് ഗ്രൗണ്ടും സെയിം ആണെന്നുള്ളത്. അപ്പൊ സെയിം ആയതുകൊണ്ട് ഈ രണ്ട് ഗ്രൗണ്ടും നിങ്ങൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ സെയിം പോയിന്റിൽ കണക്ട് ചെയ്യണം. സെയിം പോയിന്റിൽ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതൊരു പോയിന്റിലും ഒരു സർക്യൂട്ടിൽ ഒരു പോയിന്റിലും കണക്ട് ചെയ്ത് രണ്ടാമത്തെ ഗ്രൗണ്ട് വേറൊരു പോയിന്റിലും കണക്ട് ചെയ്താൽ ആ രണ്ട് പോയിന്റും തമ്മിൽ എന്ത് ചെയ്യും, ഇത് ഷോർട്ടാക്കി കളയും. കാരണം ഇത് രണ്ടും സെയിം ലൈൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് ഷോർട്ട് ആവും. അത് സർക്യൂട്ടിനെ ബാധിക്കും. സർക്യൂട്ടിന്റെ ഡാമേജ് ആകാൻ ഇതൊരു കാരണമായി മാറും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രണ്ട് ഗ്രൗണ്ടും നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എവിടെയാണ്, സെയിം പോയിന്റിലായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. മിക്കവാറും സർക്യൂട്ടിൽ ഗ്രൗണ്ട് പോയിന്റ് ഉണ്ടാവും, ആ ഗ്രൗണ്ട് പോയിന്റിൽ തന്നെയായിരിക്കും ഇത് കണക്ട് ചെയ്യേണ്ടത്. ഇത് മിക്കവാറും വരിക ഏത് സർക്യൂട്ടിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് റെക്ടിഫയറിലാന്ന് വരും. ബ്രിഡ്ജ് റെക്ടിഫയർ, അതേപോലെ തന്നെ IA ലാബ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ലാബിലെ ഇത് കൺട്രോൾഡ് റെക്ടിഫയറിൽ, അതിലൊക്കെ കോമൺ ആയിട്ട് ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ ഒന്ന് കൊടുക്കും, ഇൻപുട്ടിൽ ഒന്ന് കൊടുക്കും, പക്ഷെ രണ്ട് ഗ്രൗണ്ടും വേറെ വേറെ പോയിന്റ് ആയിരിക്കും. അപ്പൊ ആ പോയിന്റുകൾ തമ്മിൽ ഷോർട്ട് ആവും. ഷോർട്ട് ആകുമ്പോൾ സർക്യൂട്ട് ശരിക്കും വർക്ക് ചെയ്യില്ല. ചിലപ്പോൾ ഏതെങ്കിലും സർക്യൂട്ടിലെ കമ്പോണൻസ് ബേൺ ആവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ആ നേരത്തെ പറഞ്ഞ ആ ഒരു അറ്റൻവേഷനിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഈയുടെ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു, ആ പ്രോബ് എന്താണ്, അറ്റനേഷൻ ഉണ്ടെങ്കിൽ /10 ഉണ്ടാവും. ഇപ്പൊ നേരത്തെ കണ്ട പ്രോബിന്റെ കാര്യമാണ് എഴുതിയിട്ടുള്ളത്. /10 ഉണ്ടാകുക. /10 ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇനി ഈ DSO, ഇത് DSO ഉള്ളതാണ്. DSO എന്ത് സംഭവിക്കണം, ഇത് /10 ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, *10 ആക്കിയാലേ ഈ കറക്റ്റ് സിഗ്നൽ കിട്ടും. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ 10 വോൾട്ട് കൊടുത്തു. 10 വോൾട്ട് കൊടുത്താൽ /10 എന്ന് പറയുന്നത് 1 വോൾട്ട് ഇവിടെ കാണുള്ളൂ. ഇനി 1 വോൾട്ട് നമുക്ക് അപ്പോൾ എറർ വരും. കാരണം നമ്മൾ 10 വോൾട്ട് കൊടുത്തിട്ട് ഇവിടെ ഇൻപുട്ടിൽ എവിടെ എത്രയേ പോകുന്നുള്ളൂ, 1 വോൾട്ടേ പോകുന്നുള്ളൂ. അപ്പൊ DSO എന്ത് ചെയ്യണം, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മൾട്ടിപ്ലൈ ചെയ്തതിന് എന്ത് സംഭവിക്കും, 10 വോൾട്ട്, അതായത് ഇവിടെ കൊടുക്കുന്ന സെയിം വോൾട്ടേജ്. അതാണ് ഇവിടെ പ്രാധാന്യം. നമ്മുടെ DSOയിൽ പ്രോബ് സെലക്ട് ചെയ്യാൻ ഒരു ഫസ്റ്റത്തെ ഇതന്നെ പ്രോബ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രോബ് സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. ഏതാണോ പ്രോബ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആ പ്രോബിനെ ഇവിടെ സെലക്ട് ചെയ്യണം. ഇത് മറന്നു പോകാൻ പാടില്ല. മറന്നു പോയി കഴിഞ്ഞാൽ മൊത്തം എററായിട്ട് മാറും. നിങ്ങൾക്ക് കറക്റ്റ് വേവ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളത് മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു കാരണം കൊണ്ട് തന്നെ ആ വാല്യൂ നല്ല വ്യത്യാസം കാണാൻ പറ്റും. അതുകൊണ്ട് ഇത് ആദ്യം ശ്രദ്ധിക്കുക, പ്രോബ് സെലക്ഷൻ ശരിക്കും ശ്രദ്ധിക്കാം. ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ അടുത്തത് DSLRലേക്ക് ഡയറക്റ്റ് പോവാം. ഓക്കെ, താങ്ക് യു.